അന്യോന്യത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത് ഒരു പ്രത്യേക അതിഥിയാണ് ശ്രീ കലാഭവൻ മണി. നമസ്കാരം. നമസ്കാരം സാർ. എന്തെങ്കിലും അവാർഡ് കിട്ടിയതിനല്ല, ഏതെങ്കിലും ഒരു നല്ല പടം പുറത്തിറക്കിയതിൻ്റെ പേരിലല്ല, ഒരു വിവാദത്തിൻ്റെ പേരിലാണ് കഷ്ടകാലത്തിന് മണി ഇന്നിവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. പക്ഷേ സ്വർണ്ണ വിവാദം കഴിഞ്ഞു. സ്വർണ്ണ വിവാദത്തിൽ നിന്ന് ഊതിക്കാച്ചിയ സ്വർണം പോലെ മണി പുറത്തു വന്നിരിക്കുന്നു. അതിനാദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സാർ, എന്താണ് ഈ സ്വർണ്ണ വിവാദം? എന്താണ് ഉണ്ടായത്? സത്യത്തിൽ സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇവന് സ്വർണം ഇടാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരിക്കും. കാരണം നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയാണല്ലോ വളർന്ന് വന്നൊരു രീതി. എന്നാൽ പോലും എന്താ പറയുക, ഒരു പൊട്ട് സ്വർണ്ണം ഇടാൻ ആഗ്രഹിച്ചൊരു കാലഘട്ടമുണ്ട്. അന്ന് കൊച്ചിൻ കലാഭവനിൽ ഞാൻ മിമിക്രി കളിക്കുമ്പോൾ ആദ്യമായിട്ട് ഖത്തറിലൊരു ഷോയ്ക്ക് പോകുമ്പോഴാണ് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ കഴുത്തിലും ജുബ്ബിടുമ്പോൾ സ്വർണം കിടക്കാറുണ്ട്. എൻ്റെ കഴുത്ത് മാത്രമാണ്, ആ കറുത്ത കഴുത്ത് മാത്രമാണ് സ്വർണ്ണമില്ലാതെ സ്റ്റേജിൽ നിൽക്കുന്നത്. അതായത് നമുക്കൊരു പഞ്ചവായത്തിനാണെങ്കിൽ പോലും കഴുത്തിലൊരു മാല കിടക്കുമ്പോൾ അതൊരു അഴകാണ്. ചെണ്ട പൊട്ടുന്ന ആളാണെങ്കിലും ആ മാല കിടന്ന് ഇങ്ങനെ ആടുമ്പോൾ അത് കാണാനൊരു അഴകാണ്. ഒരു ആനയുടെ കഴുത്തിലാണെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ചങ്ങലിടാണെങ്കിൽ പോലും അതിങ്ങനെ നടന്നു വരുമ്പോൾ അതിങ്ങനെ ആടി ആടി തെച്ചിക്കൂടി രാമേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ആടി വരുമ്പോൾ അത് കാണാൻ ഒരു അഴകാണ്. എനിക്കും അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് ഖത്തറിലെ പ്രവാസി മലയാളികളെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഒരു മുക്കാപവൻ്റെ ഒരു മാല. അത് അവിടെ ചെന്നപ്പോഴാണ്. എത്ര കൊല്ലം മുമ്പായിരുന്നു അത്? ചുരുങ്ങിയത് എങ്ങനെ പോയാലും ഒരു 20-25 വർഷം മേലെ ഉണ്ടാവും. അന്നാണോ ആദ്യമായിട്ട് സ്വർണ്ണമാല ഇടുന്നത്? അതെ, ആ സ്വർണ്ണമാല ഇട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഗൾഫിലൊരു പഴയ പുള്ളി കുത്തായിട്ടുള്ള മുണ്ടുകളൊക്കെ ഉണ്ട് പണ്ട്, ഓർക്കണ്ട? ഒരു മഞ്ഞ കളർ, ചോപ്പ കളർ. അന്ന് ആ മുണ്ട് എൻ്റെ മൂലയിൽ ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്ഭുതത്തോടു കൂടി ആൾക്കാർ നോക്കാറുണ്ട്, ഇവനൊക്കെ ഈ മുണ്ട് എടുക്കുമോ? അങ്ങനെ ആ മാലയിട്ട് ജനങ്ങൾ മാല കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷർട്ടൊക്കെ ഇടാതെ പുഴയിൽ കുളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഇടിമിന്നലേറ്റു. ആ ഇടിമിന്നലേറ്റ് ഈ മാല മുഴുവൻ കരിഞ്ഞുപോയി. അങ്ങനെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഞങ്ങളുടെ തൊട്ട് വീട്ടിലെ അലിച്ചേണ്ട വീട്ടിലെല്ലാവരും വന്ന് എന്നെ ഇടിവെട്ടിട്ട് ഞാൻ നേരെ മതിലടിച്ച് വീണു. അങ്ങനെ എൻ്റെ പുറത്ത് ഇടിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയൊക്കെ മലയാള സിനിമയിലെത്തി നമ്മുടെ മലയാള നാട്ടുകാരുടെ, നമ്മുടെ മലയാളികളുടെയും പ്രവാസി മലയാളികളുടെയും ഓരോരുത്തരുടെയും പ്രോത്സാഹനം കൊണ്ട്, ചാനലിൻ്റെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും പ്രോത്സാഹനം കൊണ്ട് ഞാൻ വളർന്ന് ഇന്നിവിടെ വരെ എത്തി. അപ്പോൾ എല്ലാവരുടെ കൈമൊക്കെ ഒരു വള കിടക്കണം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി. സ്റ്റേജിലൊക്കെ പാട്ട് പാടുമ്പോൾ കയ്യിലിങ്ങനെ വള കിടക്കണം കാണുമ്പോൾ ഭയങ്കര ഒരു രസം. ലാലേട്ടൻ്റെ ഒരു വളയിട്ട്, ഒരു 6-ാം നമ്പറിൽ ഒരു വളയിട്ട് വരുന്ന, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു ഉത്സാഹം. വലിയേട്ടനിൽ അല്ലെങ്കിൽ മമ്മൂക്ക ഒരു വളയിട്ട് വരുന്ന കാണുമ്പോൾ ഒരു ആവേശം, എന്തൊരു പൗരുഷം പോലെ തോന്നുകയാണ്. അതൊക്കെ കണ്ടിട്ടാവാം ഈ ചാലക്കുടിക്കാരനൊരു വളയിടണമെന്നൊരു ആഗ്രഹം. അത് എന്നാണ് തോന്നിയത്? എത്ര കാലമായി ഇത് വാങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു 9 വർഷത്തോളമായി. ആ 9 വർഷക്കാലം ഈ വള എൻ്റെ ഒരു വീട്ടിലെ അംഗം പോലെ എൻ്റെ കൂടെ ഉണ്ട്. ആ വളയാണ് ഇന്ന് എന്നെ വളയത്തിലാക്കിയത്. എപ്പോഴും ഈ വളയിട്ടിട്ടാണ് നടന്നിരുന്നത് ഈ 9 വർഷവും? ഈ 9 വർഷം എൻ്റെ കൂടെ. ഏതെങ്കിലും വേഷത്തിന് പറ്റിയതല്ലെങ്കിൽ ഊരി വയ്ക്കും. അതെ, വേഷത്തിന് പറ്റിയതല്ലെങ്കിൽ നമ്മളത് ഊരി വയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലിടും. സ്റ്റേജ് ഷോയ്ക്ക് എല്ലാത്തിലും ഈ വള എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എല്ലാവരും എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, അയ്യോ ഈ വളയാണോ മണിച്ചേട്ടൻ്റെ എല്ലാ ഷോയ്ക്ക് ഇടുന്ന വളയല്ലേ ഇത്, പിന്നെ എന്താ പ്രശ്നം ചോദിക്കണേ? എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. അത് തെളിയിക്കാനാണോ കുറെ കാലത്തെ ഫോട്ടോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഇപ്പോൾ നോക്കിയത് പൃഥ്വിരാജിന്റെ വിവാഹത്തിന് പോയതാണ് ഞാൻ. പൃഥ്വിരാജിന്റെ വിവാഹത്തിന് ഇതിലെല്ലാം ഇപ്പോൾ ഓരോ ഷോയ്ക്ക് പോകുമ്പോൾ, ഇതിപ്പോൾ മാവേലി ഫെസ്റ്റിന് പോയതാ, അന്നുണ്ട് ഈ വള. ഇപ്പം ഏത് പരിപാടിക്ക്, ഇതിപ്പോൾ ലോയി സാറ് മരിച്ചപ്പോഴാണ്. ഇതിലിപ്പോൾ മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ഞാനും ഉണ്ട്, അതിലുണ്ട് ഈ വള. വലിയ സാക്ഷികളെ നിരത്തുകയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഇതല്ലാതെ കണ്ടും മറ്റു രേഖകളൊന്നും കാണിക്കാൻ എൻ്റെ അടുത്തില്ല. അപ്പോൾ ആ ഒരു വളയാണ് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനൊരു കള്ളനായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? അത് കസ്റ്റംസുകാർ ഇത് പിടിക്കുകയും അതൊരു വാർത്തയായിട്ട് ജനങ്ങൾക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതുവഴി കലാഭവൻ മണി കള്ളനായി എന്നൊരു തോന്നൽ, ഒരു വിഷമം മനസ്സിലുണ്ടോ? നമ്മൾ ചെറുപ്പത്തിലെ കള്ളനാവാറുണ്ട്. അതായത് ഏറ്റവും ആദ്യം ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആദ്യം കള്ളനെ വിളിക്കുന്നത് നമ്മുടെ സ്വന്തം അമ്മയാണ്.
അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലില്ലാത്ത മോണ കൊണ്ട് അമ്മിഞ്ഞ ഒന്ന് കടിക്കുമ്പോൾ ആദ്യം അമ്മ പറയും കള്ളൻ. അന്ന് മുതൽ നമ്മൾ കള്ളനാവണം. അവിടെ നിന്ന് ഒരാൾ കള്ളനാവണം. പക്ഷേ ഇതെന്നെ പെരുങ്കള്ളനാക്കി, ഒരു സ്വർണ്ണ വേട്ടക്കാരനാക്കി. അതുമാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. എത്രയോ ആളുകൾ എന്നെ ഫോൺ വിളിച്ചു ചോദിക്കണം, എന്തത് നിങ്ങളെന്ത് ഈ വിവാദങ്ങളിലേക്ക് മാത്രം എത്തിച്ചേരുന്നു, നിങ്ങളെന്ത് ഇങ്ങനെ ചെയ്യുന്നത്? അതൊരു പക്ഷെ ഞാൻ ചാഞ്ഞു കിടക്കുന്ന മരമായതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇങ്ങനെ ഓടിക്കയറുന്നത്. അന്ന് ആ വിമാനത്താവളത്തിൽ ഈ വളയമായിട്ട് വന്നിറങ്ങിയപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞത്, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഒന്ന്, നമ്മൾ വന്നിറങ്ങുന്ന സമയം എന്ന് തന്നെ പറയുന്നത് വെളുപ്പിന് 5:30 മണിക്കാണ്. മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കേണ്ട ഒരു സമയമാണത്. എയർപോർട്ടിലാണെങ്കിൽ ഒത്തിരി ആൾക്കാരാണ്. അവിടെ ഉള്ള ടോയ്ലറ്റിൽ എല്ലാ ആൾക്കാരും ഫുള്ളാണ്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടത്തണ്ടേ. ഞാൻ അതേ സ്പീഡിൽ ഞാൻ അവിടേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് എന്നെ തടഞ്ഞു നിർത്തിയത്. എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, അത് സ്വർണ്ണമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ സ്വർണ്ണമാണ് സാർ എന്ന് പറഞ്ഞു. ഇതെന്തോറുണ്ടെന്ന് ചോദിച്ചു. സാർ ഇതൊരു 4 പവനിൽ താഴെ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് വിഡ്ഢിയാക്കാൻ നോക്കണ്ട, ഞങ്ങൾ ഒരുപാട് സ്വർണം കണ്ടതാണ്. അതെ, അതിലൊരു ഭയങ്കര ഹൈറ്റായിട്ടുള്ളൊരു കസ്റ്റംസ് ഓഫീസർ ഒരു മെയിൻ ഒരു സ്വർണ്ണക്കട്ട എടുത്തിട്ട് പറഞ്ഞു, മിസ്റ്റർ മണി മനസ്സിലാക്കണം, ഇതാണ് സ്വർണം. മണിയുടെ കയ്യിൽ കിടക്കുന്ന സ്വർണം തന്നെയാണ്, ഞങ്ങളങ്ങനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ അതിൽ പരിഹാസത്തിൻ്റെ ടോണിലാണോ? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിലൊരു സാറ് യൂണിഫോമുണ്ട്, ഒരു സാറ് യൂണിഫോമിലല്ല, അല്ല, പിന്നെ ഒരു ലേഡി ഓഫീസർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ പേര് നെയ്ബോർഡൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ അവരുടെ പേരെടുത്ത് പറയണ്ട. കാരണം ഞാൻ ഇനിയൊരു വിവാദ പുരുഷനാവേണ്ട കാര്യമില്ല. വേണ്ട, ഉള്ള വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എൻ്റെ സത്യം എനിക്ക് തെളിയിക്കണം. തീർച്ചയായിട്ടും എനിക്കത് നാളെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ മാനസികമായിട്ട് ഇത്രയും തുറന്നു പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, ഞാനിത് ഊരിത്തരാം, ഇത് ഇവിടെ ഇരുന്നോട്ടെ സാർ, നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ തിരികെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. അല്ല, മണി മോശമായി സംസാരിച്ചു എന്നാണ് പിന്നീട് വാർത്തകൾ വന്നത്. അത് പത്രത്തിൽ ഏറ്റവും ആദ്യം എന്നെക്കുറിച്ച് എന്ത് വരാനും ഏറ്റവും ആദ്യം എഴുതുന്നത് മണി മോശമായി പെരുമാറി, മണി മോശമായി പെരുമാറി. ഇത് ഇവർ എനിക്ക് വേണ്ടി ഈ അക്ഷരം അച്ചടിച്ച് ഇങ്ങനെ വെച്ചേക്കാന്ന് പറഞ്ഞത്, കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക, ഒരു പ്രശ്നം എടുത്ത് അപ്പന് വെക്കാന്നുള്ളത്. ഇതിപ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയാലും മണി മോശമായി ഭക്ഷണം കഴിച്ചു, ഇപ്പൊ എങ്ങനെ പോയാലും അതാ പറയണത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ടോണിലല്ലാതെ വേറെ ഒന്നും മണി സംസാരിച്ചില്ല. ഇത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ CCTV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും നിർബന്ധപൂർവ്വം ഞങ്ങൾക്കത് കാണണം എന്ന് പറഞ്ഞാൽ അതറിയാൻ പറ്റും. ഇന്നത്തെ ദൈവം CCTV ആണ് എൻ്റെ, അത് ഓൺ ചെയ്താൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ വിവാദത്തിൽ നിന്ന് പൂർണ്ണമായും എന്തായാലും സാങ്കേതികമായി പുറത്തു വന്നു, പൂർണ്ണമായും മനഃശാസ്ത്രപരമായി തന്നെ പുറത്തു വരാൻ വേണ്ടി ആ CCTV ദൃശ്യം കസ്റ്റംസ് അധികൃതർ പുറത്തുവിടണം എന്നൊരാവശ്യം മണിക്കുണ്ടോ? എനിക്ക് ആവശ്യമില്ല. അതിനകത്ത് കസ്റ്റംസ് ഓഫീസർ ആ സാറ് കമ്മീഷണർ സാറ് പറഞ്ഞത് മണി ഞങ്ങൾക്ക് ബോധ്യമായി. ഇപ്പോൾ ഞങ്ങൾക്കത് ബോധ്യമായി. പിന്നെ ഞങ്ങളുടെ റൂൾസ് ഞങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റില്ല. അതിനകത്ത് എനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. കാരണം ഈ 9 വർഷക്കാലം ഞാൻ അമേരിക്കയായിട്ടും ലണ്ടനായിട്ടും ദുബായി ആയിട്ടും സകല സ്ഥലങ്ങളിലും ഓസ്ട്രേലിയ ആയിട്ടും കാനഡ ആയിട്ടും പോയി വരുമ്പോഴും തിരികെ വരുമ്പോഴും ഒക്കെ ഈ വളൻ്റെ കയ്യിലുണ്ട്. അന്നൊന്നും ഇത് എഴുതി തരണം എന്ന് പറഞ്ഞില്ല, എനിക്കറിയില്ല. അത് അങ്ങനെയാണ് നിയമം എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോഴും മനസ്സിലാക്കിയത്. അതിൻ്റെ നിയമം നമ്മൾ കയറി പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഡിക്ലറേഷൻ ഫോം തരും. അതിൽ ഇത്തരത്തിലുള്ള വിലപിടിച്ച വസ്തുക്കൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് കൊണ്ടുപോരുമ്പോൾ പ്രശ്നമായി മാറാവുന്നത് അത് എഴുതി കൊടുക്കണം. പക്ഷെ എനിക്ക് അതിനുള്ള ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഇതുവരെ അത് ആരും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോഴും ഈ ഉദ്യോഗസ്ഥർ ഇത് തരേണ്ടതാണ്. അതെ, അവർ തന്നിട്ടില്ല. അത് എൻ്റെ അടുത്ത് പറഞ്ഞെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിവാദം ഉണ്ടാവില്ലായിരുന്നു, ഞാനത് എഴുതി കൊടുത്തേനെ. ഇത് പലപ്പോഴും ഞാൻ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത് അങ്ങനെയുള്ള ഒരു കൗണ്ടറിൽ ചിലപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാവും, നമ്മളെടുത്ത് എഴുതി കൊടുക്കണം, അത് നമ്മുടെ ചുമതലയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും ആളുണ്ടാവില്ല. ഈ അന്ന് പോയ ദിവസം, ഈ അവസാനം പോയ ഈ വിവാദയാത്രയ്ക്ക് അങ്ങോട്ട് പോകുന്ന ദിവസം ഈ കൗണ്ടർ അൺഅറ്റൻഡഡ് ആയിരുന്നോ? അന്നും നമ്മൾ നോക്കാറില്ല. കാരണം ഒന്നാമത്തിൽ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മളെ കാണുമ്പോൾ തന്നെ എല്ലാവരും ചിരിച്ച് നമസ്കാരം, എവിടെ പ്രോഗ്രാം, ഇത്തരം ഫോർമാലിറ്റി ഒന്നും ആരും പറഞ്ഞു തന്നിരുന്നില്ല. അതാണ് അവിടെ ഉണ്ടായത്. എന്നോട് അവിടെ ആർക്കും ശത്രുതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുവിധപ്പെട്ട എല്ലാ ഓഫീസർമാരായിട്ട് നല്ല കണക്ഷനാണ്. പക്ഷെ അതിനകത്ത് ഏതോ ഒരാളാണ് എന്നെ ചതിച്ചത്. അത് മനഃപൂർവ്വം തന്നെ ഒരാൾ ചെയ്ത ചതിയാണ്. എന്താ കാര്യം അതെനിക്കറിയില്ല. അസൂയാണോ ജലസിയാണോ എന്ന് എനിക്കറിയാം. അസൂയിക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ കഷണ്ടിക്കും മരുന്ന് കണ്ടുപിടിച്ചു, വിഗ് വരെ എത്തി. അതുകൊണ്ട് ഇപ്പോൾ കഷണ്ടിയുടെ പ്രശ്നമില്ല. പക്ഷെ ഇത് എന്തിനാണ് എന്നെ മനഃപൂർവ്വം ഈ
ഓഫീസർമാർ, അതായത് പോലീസ് ഓഫീസേഴ്സായിട്ടും പിന്നെ ഫോറസ്റ്റായിട്ടും ഇങ്ങനെയായിട്ട് എന്നെ ദ്രോഹിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുവിധം അത് ഉണ്ടാവുന്നത് മുഴുവൻ എൻ്റെ നാട്ടിലാണ് കേട്ടോ, അതും കൂടി മനസ്സിലാക്കണേ. ഈ ഇങ്ങനത്തെ ഓഫീസേഴ്സായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ എൻ്റെ നാട്ടിലാണ്. നാട്ടുകാരുടെ ഒരു ചെറിയ കുശുമ്പുണ്ട്, നാട്ടുകാർക്ക് എന്നോട് കൂടുതൽ സ്നേഹത്തോടെ മധുരമായ പ്രതികാരം, ഒരു സന്തോഷം, ഒന്ന് വിഷമിപ്പിക്കുന്നു, ഒരു ലഡു എനിക്ക് തരുന്നെന്ന് മാത്രം, അവരുടെ സന്തോഷം കൊണ്ട്. അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞത് അവിടെ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായി, അവരിങ്ങനെ പറഞ്ഞു ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് ഊരി വലിച്ചെറിഞ്ഞു. അതായത് അതാ ഞാൻ പറഞ്ഞ CCTV നോക്കി അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത് സാർ ഇവിടെ, ഞാനിവിടെ, എനിക്ക് ഈ എൻ്റെ കൈമ കിടക്കുന്ന ഈ വള എനിക്ക് അങ്ങനെ വീക്കറിയാൻ പറ്റുമോ സാറേ? അത്രയും അടുത്താണ് നിൽക്കുന്നത്, തൊട്ടടുത്ത് നിൽക്കണം, എനിക്ക് വീക്കറിയാൻ പറ്റുമോ? നിങ്ങൾ പരിശോധിച്ചോ എന്ന് പറഞ്ഞിട്ട് ഊരിട്ടു. ഞാനത് പരിശോധിച്ചോ എന്ന് പറഞ്ഞു. അത് കമ്മീഷണർ സാറ് പറയുകയും ചെയ്തു, കസ്റ്റംസിൻ്റെ പണി ഞങ്ങൾ കണ്ടു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവര് ദൃശ്യങ്ങൾ നോക്കി. അല്ല, അവര് ഒരിക്കലും ഒരു തെറ്റായിട്ട് പറയണില്ല. പക്ഷെ അവരല്ല ചെയ്തേക്കണം, അതിനകത്തൊരാളാണ് ഈ വാർത്തകളും കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടത്. ഇത് മണിയുടെ ഏറ്റുവാങ്ങിയ വഴിക്ക് വാർത്ത വന്നു, മണി എങ്ങനെ തടഞ്ഞു, സ്വർണം വാങ്ങി. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ വന്നതാണ് മണി മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്നത്. ഇതാണ് ആരോ ഒരാൾ മനഃപൂർവ്വം ചെയ്തു എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആത്മകഥ എഴുതുമ്പോഴെങ്കിലും അയാളുടെ പേര് പുറത്തു പറയും. തീർച്ചയായിട്ടും ഞാൻ എഴുതും. അയാൾ മലയാളി തന്നെയാണോ? മലയാളിയല്ലേ ഇത് ചെയ്യുള്ളൂ, മലയാളി ആയതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതെ, ഇവിടെ ഇപ്പൊ മലയാളി കുറവായില്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ബംഗാളിയല്ലേ. അതെ, ബംഗാളി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരില്ലായിരുന്നു. അപ്പൊ അതിലൊരു മലയാളിയാണ് ഈ ചതി ചെയ്തത്. എന്നിട്ട് പിന്നെ ഇത് തീർന്നത്, ഇത് ഏറ്റുവാങ്ങിയത് സത്യത്തിൽ ഒരു മുതൽ കണ്ടുകെട്ടിയതായിട്ടാണ് നിയമം പറയുന്നത്. ആ കണ്ടുകെട്ടിയ സാധനം തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു 5000 രൂപ ഈ ഡിക്ലറേഷൻ കൊടുക്കാതെ പുറത്തേക്ക് പോയത് ഒരു നിയമവിരുദ്ധ കൃത്യമാണ്. അത് ചെയ്തതിന് പിഴയായിട്ട് 2000 രൂപ, അങ്ങനെ 7000 രൂപ അടച്ചു എന്നാണ് പറയുന്നത്. അതെ, അങ്ങനെ അടയ്ക്കേണ്ടി വന്നതിൽ പരാതിയുണ്ടോ? എനിക്കത് ഒരു വിരോധമില്ല. കാരണം അത് ആ കണ്ടീഷൻ കറക്റ്റാണ്. അത് അവർ ചെയ്ത് ന്യായമായ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് വിഷമമുണ്ട്, ഇപ്പോഴും ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് 181 ഗ്രാം സ്വർണ്ണമാണെന്ന് പറയുന്നത്. ഈ വാർത്ത കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒത്തുതീർപ്പിന്റെ വാർത്ത, അതിനുശേഷവും 181 ഗ്രാം എന്ന് എഴുതിയേക്കണേ. ഈ 181 ഗ്രാം സ്വർണത്തിന് നമ്മൾ എത്ര പൈസ അടയ്ക്കണം അറിയോ സാറേ? എനിക്ക് അറിഞ്ഞൂടെ, പറയൂ. എത്രയോ പൈസ അടയ്ക്കണം, ഈ 7000 റുപ്യ പോരാ. അപ്പം അറിഞ്ഞൂടെ ഇത് സ്വർണ്ണമല്ല എന്നുള്ളത്? അപ്പോൾ 22 പവനുണ്ട് എന്ന അവരുടെ നിലപാട് മാറ്റിവെക്കുകയും 4 പവന്റെ താഴെയുള്ളൂ എന്ന മണിയുടെ നിലപാട് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പിഴ തന്നിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും പിന്നെ എന്തിനാ ഈ 181 പവൻ എന്ന് പറഞ്ഞ് എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് നേരിട്ട് കണ്ട പോലെ എഴുതിയേക്കണേ, ലേഖൻ എൻ്റെ കൂടെ ഉണ്ടായ പോലെ എഴുതിയിരിക്കണേ. അതങ്ങനെയാണല്ലോ ഇപ്പോൾ വാർത്തകൾ എഴുതുന്നത്. വാർത്ത എഴുതിക്കോട്ടെ, വാർത്ത ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒരു പാവത്തിനെ കൊല്ലാക്കൊല ചെയ്യരുത്. അതിലൊക്കെ 22 പവനുണ്ട് എന്നുള്ള നിലപാട് ആവർത്തിച്ചു അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരാള് എവിടെങ്കിലും കിടന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ ആ വള എത്ര പവനുണ്ട്? അല്ല, ഞാൻ ഈ സത്യം പറഞ്ഞ സാറേ, ഇതിൽ വില്ലൻ ഞാനാ, ഇതിലെ നായകനാണ് ഈ കിടക്കണത്. സ്വർണ്ണമാണ് നായകൻ, ഇവനാണ് നായകൻ, മനുഷ്യൻ വില്ലൻ. സാറൊന്ന് എടുത്തു നോക്കിയേ, ഭാരമുണ്ട്. സാറ് റെഡിയാണെന്ന് നമുക്കിത് ഇപ്പം തന്നെ കച്ചവടമാക്കാം. അയ്യോ, ഇത് വാങ്ങാൻ മാത്രം സമ്പന്നം. സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ. ഇതൊരു ഇരുമ്പ് വളയമ്മ, സാധാരണ സ്റ്റീൽ വളയമ്മ സ്വർണം പൊതിഞ്ഞതാണെന്നാണ് മണിയുടെ വാദമായിരുന്നത്. അത് മുറിച്ചു നോക്കാൻ വേണ്ടി തട്ടാനയും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹിയറിംഗിന് പോയത്. മുറിച്ചു നോക്കാൻ എന്തുകൊണ്ട് കസ്റ്റംസുകാർ തയ്യാറായില്ല? മുറിച്ചു നോക്കണ്ട, ഞങ്ങൾക്കത് ബോധ്യമായി എന്നാണ് അവർ പറഞ്ഞത്. ഇതിനകത്ത് സാറേ ഇത് വളരെ ഈ ഒരു പാട് വിളക്ക് ഇതാണ് അതിലേക്ക് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സാറിന് ഇത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പൊളിക്കാം. ആ പയ്യൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അത് വേണ്ട, എന്തോ ശാസ്ത്രീയ പരീക്ഷണം നടത്തിയിട്ട് ഇത് സ്വർണ്ണമല്ല എന്ന് തെളിയിക്കും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് കാണിക്കാം. ഞാൻ ഒരിക്കലും ഇതൊരു ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ഒരാളെ ചീറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് എൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തെളിയണം. ഞാനത് കാണിക്കുന്നതിൽ ആരെങ്കിലും വിഷമമുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ആളുകളും ക്ഷമിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ വിഷമമുണ്ടെങ്കിൽ അവർ കയ്യിൽ വെച്ചോട്ടെ. എൻ്റെ മാന്യ പ്രേക്ഷകർ, ഇത് സത്യാവസ്ഥ എന്തായാലും കലാഭവൻ മണിയുടെ വിഷമം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. ഇത് സ്വർണ്ണമാണോ ഇതിനകത്ത് ഇരുമ്പാണോ എന്നുള്ളതൊരു കാന്തം വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തി കാണിച്ചു തരാം. ഇത് സ്പീക്കറാണ്, ഇതിൻ്റെ ബാക്കിൽ കാന്തമാണ്. സാറേ, ഇതാണ് ഈ വള, ഇത് ഇരുമ്പാണ്. ഇത് ഞാൻ ആദ്യം ഇതുമൊന്ന് വെച്ച് നോക്കണം.
ഇതാണ് ഈ പറയുന്ന സ്വർണ്ണവേട്ട എന്ന് പറഞ്ഞ സാധനം. ഇനി ഞാൻ സാറിന് എൻ്റെ ഈ മോതിരം രണ്ടെണ്ണം വയ്ക്കാം. ഇത് സ്വർണ്ണമാണ്, തനി സ്വർണ്ണമാണ്. തനി സ്വർണ്ണം. ഇത് ഞാനിതിൽ മുട്ടിക്കാം. എന്തോ അലർജി പോലെ കാന്തത്തിന് സ്വർണത്തോട്. മണി ഈ പ്രശ്നമുണ്ടായ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് ഇരുമ്പ് വളയമ്മ സ്വർണം പൊതിഞ്ഞതാണ്. അതിൽ 4 പവനിൽ താഴെ മാത്രമേ സ്വർണ്ണമുള്ളൂ. 22 പവൻ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം മണി ഇവിടുന്ന് ഇതുപോലൊരു വളയിട്ടുകൊണ്ട് പോയിട്ട് അവിടുന്ന് കട്ടിപ്പൊന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണ കള്ളക്കടത്തുകാരനാണെന്ന്. അതെ, ഇത് തെളിഞ്ഞ സ്ഥിതിക്ക് അവരോട് 4 വർത്തമാനം പറയാനില്ലേ? അത് പറയാം. അവരോട് എനിക്കൊന്നും പറയാനുള്ളൂ, എൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി. ഇനിയെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു ന്യൂസ് കിട്ടുമ്പോൾ, അറിയുമ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് എഴുതുക. കാരണം വാർത്ത നല്ലതാണ്. വാർത്തകളിലൂടെയാണ് ഒരു കലാകാരന് വളർത്തുന്നത് മീഡിയാസാണ്, പത്രങ്ങളാണ്. പക്ഷെ ഒരാളെ ഒരിക്കലും തളർത്തരുത്. എന്നെപ്പോലെ ഒരു കലാകാരനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കരുത്. എനിക്കൊരു കുടുംബമുണ്ട്, ജീവിച്ചു പോകണം. ദൈവത്തെ ഓർത്ത് അനാവശ്യമായിട്ടുള്ള വാർത്തകളിൽ നിന്നും ഒഴിവാക്കുക. നിങ്ങൾ ദൈവം കാത്തിരക്ഷിക്കും.